ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടതുണ്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം മതി, ഇനി ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതെല്ലാം ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതായത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്ററൊന്നും വേണമെന്നില്ല, നമുക്ക് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഓംലേറ്റ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി മിക്സ് ചെയ്യില്ലേ, അതുപോലെ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ബ്രെഡാണ്, ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സാധാരണ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കില്ലേ, അതുപോലെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സൈഡും ഒന്ന് മൂപ്പിച്ചിട്ട് ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഐറ്റം കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ബ്രെഡിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചല്ല ഒരു മുട്ട, അതിൻ്റെ ഏകദേശം ഒരു തവിയോളം മുട്ട ഒരു ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് വേണമെന്നുണ്ട്, അതായത് ഈ ചീസ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം, അതുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ 4 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും, നല്ലൊരു ബോക്സ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം മുട്ടയല്ലേ അത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പഞ്ചസാര വെച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു കളർ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സ്വീറ്റ് എഗ് ബോക്സ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇവിടെ ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ബ്രെഡും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു എഗ് ഓംലേറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ബ്രെഡ് ഓംലേറ്റ് പോലെയോ ഒന്നുമല്ല, വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നത്. കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഐറ്റത്തിനെക്കാളും ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.